യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണുവാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എനിക്കൊരു ചാനൽ മോണിറ്റൈസേഷനായിട്ട് ഒരു കസ്റ്റമർ കൊണ്ടുവന്നിട്ട് നമ്മുടെ വീഡിയോ ഒരു സബ്സ്ക്രൈബർ തന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് നമുക്കിതുപോലെ മോണിറ്റൈസേഷൻ്റെ വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലരും തരാറുണ്ട്. നിങ്ങൾക്ക് അതുപോലെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതിയാവും. നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആ കസ്റ്റമറുടെ ചാനൽ നമ്മൾ വ്യക്തമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ചാനൽ നമ്മൾ വെറുതെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കും. എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആയത്, ലോങ് വീഡിയോ വഴിയാണോ ഷോർട്ട് വീഡിയോ വഴിയാണോ, ഏത് വീഡിയോ ആണ് വൈറലായത്, അതിലെന്ത് കണ്ടൻറ്റാണ്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന അറിവുകളാണ് കൂടുതലും ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ പുതുതായിട്ട് ഒരെണ്ണം കണ്ടുപിടിച്ച് ഞാൻ പറയാറില്ല. എനിക്കോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടുന്ന ചാനലുകൾക്കോ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതിൽ നല്ലതുമാകാം മോശം കാര്യങ്ങളാകാം, എന്തെങ്കിലും പണി കിട്ടുന്നതാണെങ്കിൽ അതായാലും ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നത്. അപ്പോൾ വ്യക്തമായിട്ടുള്ള തെളിവോടുകൂടിയൊക്കെ ആയിരിക്കും ഞാനത് പറയുന്നത്. ഇന്നത്തെ വിഷയത്തിൽ അവരെനിക്ക് ചാനൽ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസേഷൻ ആയായിരുന്നു, അപ്രൂവലൊക്കെ ആയിരുന്നു. റീയൂസ്ഡ് കണ്ടൻറ്റ് ഒന്നുമില്ല. അവരവരുടെ സ്വന്തം കണ്ടൻറ്റ് തന്നെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏത് വഴിക്കാണ് ഇവർക്ക് മോണിറ്റൈസേഷൻ ആയത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇനി ജസ്റ്റ് ഒന്ന് അവരുടെ അനലറ്റിക്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് വീഡിയോ ആണ് റീച്ച് ആയതെന്നറിയാനും, അത് എന്ത് കാരണം കൊണ്ട്, എത്ര സെക്കൻഡ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എത്ര സെക്കൻഡുള്ള വീഡിയോ ആണ്, അത് എന്ത് വീഡിയോ ആണ്, ആൾക്കാർ എൻ്റർടൈൻ ചെയ്യുന്ന വീഡിയോ ആണോ, അതോ ഭാഗ്യത്തിന് കയറി റീച്ച് ആയതാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊരു ഷോർട്ട് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്നൊരു ചാനലാണ്. എന്നാൽ ഇവർക്ക് മോണിറ്റൈസേഷൻ ആയത് ഷോർട്ട് വീഡിയോ വഴിയല്ല. അതൊരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണിത്. അതെന്നെ കുറച്ചുകൂടെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തു. എങ്ങനെയാണിത് മോണിറ്റൈസേഷൻ ആയതെന്ന് കണ്ടുപിടിക്കണമല്ലോ. ഇവർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 10 മില്യൺ ഷോർട്ട് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 1000 സബ്സ്ക്രൈബറും കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ചാനലിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഷോർട്ട് വ്യൂസൊക്കെ ഉണ്ട്, ആവശ്യത്തിനുണ്ട്. പക്ഷേ 10 മില്യൺ ഒന്നും ആയിട്ടില്ല. ഞാൻ എല്ലാ ഷോർട്ട് വ്യൂസിൻ്റെയും കണക്ക് നോക്കിയപ്പോഴത്തേക്കും മുന്നേ ഉള്ളതിലൊരു ഒരു 1,00,000 വ്യൂസ്, പിന്നൊരു 5 ലക്ഷം വ്യൂസ്, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കണക്കുകൾ മാത്രമല്ലാതെ ബാക്കിയെല്ലാം വരുന്ന ഷോർട്ട് വ്യൂസ് എല്ലാം ഒരു 1000. നമ്മുടെ നോർമലി നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം എന്താണ്? 1000-ലെത്തുമ്പോൾ നിൽക്കും, ചിലപ്പോൾ 400-ലെത്തുമ്പോൾ നിൽക്കും. 500 അതിൻ്റെ ഒരു കണക്ക് കേട്ടോ. ഷോർട്ട് വ്യൂസ് നോർമലി 500-ലെത്തുമ്പോൾ നിൽക്കുക എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഷോർട്ട് വീഡിയോസ് എല്ലാം ഈ ഒരു പരിധിയിൽ തന്നെയാണ് നിൽക്കുന്നത്. 10 മില്യൺ ഒന്നും ആയിട്ടില്ല. പിന്നെ എങ്ങനെ അവർക്ക് മോണിറ്റൈസേഷൻ ആയി എന്നുള്ളൊരു അതിശയം എന്നിൽ ജനിപ്പിച്ചായിരുന്നു. ഇവരെല്ലാം ഇട്ടിരിക്കുന്ന ഷോർട്ട് വീഡിയോസാണ്. ഇവർക്ക് വാച്ച് അവർ കയറിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റൈസേഷനായിട്ട് ഇട്ടിരിക്കുന്ന എല്ലാം ഷോർട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ വാച്ച് അവർ കയറിയവർക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റി എന്നുള്ള, നമ്മളെല്ലാവരും വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും വാച്ച് അവർ അധികം അധികം കയറില്ല. നമ്മൾ സെർച്ച് ചെയ്ത് കാണുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ വാച്ച് അവർ കയറത്തുള്ളൂ. ഇത് ശരിക്കും നമുക്ക് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ചാനലിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച് അവർ കയറിയിട്ടാണ് ഈ മോണിറ്റൈസേഷൻ ആയിരിക്കുന്നത്. അതെങ്ങനെയെന്ന് നോക്കിയപ്പോഴത്താണ് നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം പിടികിട്ടിയത്. ഇവർ റീൽസ് കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യുന്ന ഒരാളാണ്. അതായത് വെച്ചാൽ മറ്റുള്ളവരുടെ റീൽസ് എടുത്തിട്ട് അതിൻ്റെ വോയിസ് എടുത്ത് ചെയ്യുന്നതല്ല, വേറൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അതിൻ്റെ വോയിസ് കട്ട് ചെയ്ത് ഇതിലേക്ക് സ്വന്തമായിട്ട് ഡബ് ചെയ്ത്, പുതിയ കണ്ടൻറ്റ് സ്വന്തമായിട്ട് ഡബ് ചെയ്ത് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും അവരുടെ ചാനലിലുള്ള ഏറ്റവും വലിയ ഒരു ഭാഗ്യമെന്ന് വേണം നമുക്ക് പറയാൻ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം. ഭാഗ്യം എന്ന് തന്നെ പറയണം. നമുക്കെല്ലാവർക്കും അങ്ങനെ ആ ഭാഗ്യം ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമ്മളെല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. അതുകൊണ്ട് അങ്ങനെയും നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു ചാനൽ കൂടെ ആയിരുന്നു അത്. ചാനലൊന്നും ഞാൻ പറയുന്നില്ല ഏതാണ്, ഞാൻ ചോദിച്ചു. അപ്പോഴേ അയ്യോ പറയണ്ട, എനിക്കൊരു ചെറിയ ചമ്മലുണ്ട് എന്നുള്ളത് പുള്ളി പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എന്താണ് രഹസ്യം എന്ന് പറയാം.
നമ്മളിപ്പം ഒരു വോയിസ് ഇപ്പം പുതിയൊരു സിനിമ റിലീസ് ചെയ്യുന്നത്, ഉദാഹരണത്തിന് എമ്പുരാൻ 2 എന്ന് പറയുന്ന സിനിമ റിലീസായി, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ റിലീസായി. അതിൽ ചില ഡയലോഗുകൾ നമ്മൾ എവിടെന്നെങ്കിലും ഡയലോഗ് മാത്രം, വോയിസ് മാത്രം നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞു പോകുന്ന സമയം എന്ന് പറയുന്നത് കുറച്ച് ചിലപ്പോൾ നീണ്ടുപോയെന്ന് വരാം, ഒരു 4 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ നീണ്ടുപോയെന്ന് വരാം. അപ്പോൾ അതിനെ നമ്മൾ അഭിനയിച്ച് വരുമ്പോഴത്തേക്കും ആ ഒരു സമയം കഴിഞ്ഞു പോകും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു റീൽസ്, അതായത് ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് ആദ്യം 1 മിനിറ്റ് ആയിരുന്നു ഷോർട്ട് വീഡിയോസിൻ്റെ ദൈർഘ്യം. അത് കഴിഞ്ഞ് യൂട്യൂബ് അതിൻ്റെ പോളിസി മാറ്റി ഷോർട്ട് വീഡിയോസ് എന്ന് പറയുമ്പോഴത്തേക്കും 3 മിനിറ്റ് വരെ ആകാം എന്നുള്ളതാക്കി. ഈ 3 മിനിറ്റിന് മുകളിൽ 1 സെക്കൻഡെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലോങ് വീഡിയോയിലായിട്ടാണ് പോകുന്നത്. ഭാഗ്യം നോക്കണേ, ആ ലോങ് വീഡിയോ ആണ് റീച്ചായത്. ഇവർക്ക് അബദ്ധത്തിൽ പറ്റിയ ലോങ് വീഡിയോ, അതായത് ഷോർട്ട് വീഡിയോ ചെയ്തതാണ്, പക്ഷേ 1 സെക്കൻഡ്, 3 മിനിറ്റിൽ നിന്നും 3.1 സെക്കൻഡ് ആയി പോയപ്പോഴത്തേക്കും ഇവർക്ക് അത് ലോങ് വീഡിയോ ആകുകയും ആ വീഡിയോ തന്നെ റീച്ചാകുകയും വൈറലാകുകയും അതിൽ നിന്ന് 4000 വാച്ച് അവർ കിട്ടുകയാണ് ഇവർക്ക് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ ലോങ് വീഡിയോ ആവട്ടെ ഷോർട്ട് വീഡിയോ ആവട്ടെ, നമ്മൾ ആ ഒരു ചാനലിൽ ലോങ് വീഡിയോ മാത്രം ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു ചാനലിൽ ഷോർട്ട് വീഡിയോ മാത്രം ചെയ്യരുത്. ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ ചെയ്യുന്ന ഒരു കാര്യം കൂടെ പറയാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുകയും, ഞാൻ കൂടുതലും യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതലിടുന്നത്, വൈൽഡ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതലിടുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 8 മിനിറ്റ്, ഞാൻ 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസാണ്, 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ, മോണിറ്റൈസേഷനായ ചാനലായതുകൊണ്ട് 8 മിനിറ്റിൽ കൂടുതലുള്ള ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പരസ്യങ്ങൾ ആഡ് ചെയ്യാം. അങ്ങനെയുള്ളതുകൊണ്ടാണ് ഞാൻ 8 മിനിറ്റിലുള്ള ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. 8 മിനിറ്റിൽ കൂടുതൽ, ചിലപ്പോൾ 16 മിനിറ്റ് വരും, ചിലപ്പോൾ 20 മിനിറ്റൊക്കെ വരാറുണ്ട്. പക്ഷേ ഞാൻ 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസാണ് അധികവും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ആ വീഡിയോയ്ക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ പോർഷനുകൾ ഞാൻ കട്ട് ചെയ്ത് അതിനെ ഷോർട്ട് വീഡിയോസ് ആക്കിയിട്ട് അതിൻ്റെ താഴെ, ഷോർട്ട് വീഡിയോയുടെ താഴെ റിലേറ്റഡ് വീഡിയോ എന്ന് പറയുന്ന സാധനത്തിൽ ലിങ്ക്, നമ്മുടെ മെയിൻ വീഡിയോയുടെ ലിങ്ക് അവിടെ കൊടുക്കാറുണ്ട്. റിലേറ്റഡ് വീഡിയോ, അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ചാനലൊന്ന് കയറി നോക്കിയാൽ മതി, അറിയാൻ പറ്റും എങ്ങനെയാണ് റിലേറ്റഡ് വീഡിയോ കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ കണ്ട്, അതായത് ഷോർട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്ക് താഴെ റിലേറ്റഡ് വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ലോങ് വീഡിയോയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എങ്കിലും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ലോങ് വീഡിയോയും കൂടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഇതിപ്പോൾ അബദ്ധത്തിൽ പറ്റിയ ഒരു കയ്യബദ്ധം പറ്റിയത് ഇവർക്ക് ഭാഗ്യമായി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മളും ഒരു ഷോർട്ട് വീഡിയോ മാത്രം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ലോങ് വീഡിയോ കൂടെ ചെയ്യാൻ ശ്രമിക്കണം. ഇനി ഷോർട്ട് വീഡിയോ മാത്രമല്ല, ലോങ് വീഡിയോ മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരും ഇതുപോലെ ഷോർട്ട് വീഡിയോ കൂടെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സബ്സ്ക്രൈബർ കയറാനും കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്താനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ പറഞ്ഞ കക്ഷിക്ക് മോണിറ്റൈസേഷൻ. അത് എന്തൊരു ഭാഗ്യമാണെന്ന് നോക്കിക്കോണേ. അതായത് ലോങ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആസ്പെക്ട് റേഷ്യോ അതിനൊരു വിഷയമല്ല. നമ്മളിപ്പോൾ ലോങ് വീഡിയോ ചെയ്യുന്നത്, അതായത് ഇപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ ബോർഡർ, ഇത് 16:9 എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോയിലുള്ളതാണ്. പക്ഷേ നമ്മൾ റീല് കാണുന്ന സമയത്ത് ഇതിന് നേരെ ഇങ്ങനെ വെച്ച്, ക്യാമറ സ്ട്രെയിറ്റ് വെച്ച്, അതായത് ഇങ്ങനെ വെച്ചിട്ടായിരിക്കും. എൻ്റെ ഫോണ് ഇല്ല, വേറൊരു ഫോൺ എടുത്തില്ല, അതിലാണെന്ന് ഞാൻ കാണിച്ചത്. അതായത് നമ്മൾ ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കാം, മറ്റേത് ചരിച്ച് വെച്ചെടുക്കുകയും. ഇതിപ്പം നമ്മൾ 16:9 നമ്മൾ ഫോൺ ഇങ്ങനെ പിടിച്ചായിരിക്കും എടുക്കുന്നത്, മറ്റേത് ഇങ്ങനെ പിടിച്ചായിരിക്കും റീൽസ് എടുക്കുന്നത്. അതായത് റീൽസ് എടുക്കുമ്പോൾ നമ്മുടെ ഇത് ഇത്രയും കൂട്ടണ്ട, ഇത്രയും ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പം അത് ഏകദേശം 3 മിനിറ്റ്, കൃത്യം 2.59 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ ഷോർട്ട് വീഡിയോ ആയിട്ട് കൂട്ടുന്നത്. അത് മാറി 3.1 ആയിക്കഴിഞ്ഞാൽ, 3 മിനിറ്റും 1 സെക്കൻഡും ആയിക്കഴിഞ്ഞാൽ അതൊരു ലോങ് വീഡിയോ ആയിട്ട് മാറും. അതിന് ആസ്പെക്ട് റേഷ്യോ ഒരു ഘടകമല്ല. സ്വാഭാവികമായിട്ടും അതിനെ ലോങ് വീഡിയോയുടെ കാറ്റഗറിയിലായിട്ടായിരിക്കും യൂട്യൂബ് കൂട്ടുന്നത്. അങ്ങനെ കൂട്ടിയതിലാണ് ഇവർക്ക് മോണിറ്റൈസേഷൻ ആയത്. അബദ്ധമാണ്, കയ്യബദ്ധം പറ്റിയതാണ്, പക്ഷേ അതൊരു ഭാഗ്യമായിട്ട് മാറി. അപ്പം
യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നിങ്ങൾക്കും ഇതുപോലുള്ള സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും യൂട്യൂബ് പരമായിട്ടുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, എന്നാൽ അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനായിട്ട് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. കോൾ ചെയ്യുന്നത് കൂടുതലും ഞാൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, കോൾസ് കിട്ടിയെന്ന് വരില്ല. വാട്സാപ്പ് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റ് ആയാലോ അന്നത്തെ ദിവസം തന്നെ ഞാൻ അപ്പോഴുള്ള മറുപടി അപ്പോഴും തന്നെ പറയാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ആർക്കും മറുപടി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അത് ന്യായമല്ലേ? അപ്പോൾ ഇത് കാണുന്ന എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബറുണ്ട്, പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെയാണെങ്കിൽ അതിനും മറുപടി ഞാൻ കൊടുക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം അതെൻ്റെ സുഹൃത്തുക്കൾക്കാണെന്നുള്ളത്. അപ്പോൾ അവർ പണി തരാനുള്ള സാധ്യതയുണ്ട്. സാധാരണ സുഹൃത്തുക്കൾ അങ്ങനെയാണല്ലോ, പണി തരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്കും അതുപോലുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ വീഡിയോ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം.